ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി വരുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് നല്ല പുഴുങ്ങിയ മുട്ട, നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാനിൽ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ചേർക്കാൻ തിരക്കിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റാണ് പിന്നെ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം, ഇല്ലേ മുളകൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 3 പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ശരിക്കും നമുക്ക് ഇത് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് 2 മുട്ടയുടെ ആവശ്യമുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കിയേ ഉള്ളൂ. അപ്പോൾ 2 മുട്ടയെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നല്ല പോലെ അതിൻ്റെ ആ ഒരു പുറം തൊലിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ നോക്കുക. ഇത് ശരിക്കും ഒരു സ്നാക്ക് മതി നമുക്ക് 4 പേർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ബാക്കി പണി ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് പിന്നെ മയണൈസാണ്. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വേണമെങ്കിൽ ഇടാം. അപ്പോൾ മയണൈസിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മയണൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ സാധാ മയണൈസ് കഴിക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ടേസ്റ്റിയാണ്, കാണാൻ നല്ല കളറും ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിന് മുമ്പ് ഇതേപോലത്തെ ഒരെണ്ണം ചിക്കൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രൈ പാൻ ആണെങ്കിലും ഫ്രൈ പാൻ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു കുബൂസ് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ 2 കുബൂസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. കുബൂസും മുട്ടയൊക്കെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അത് ഏതാന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മൾ കടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് ഫീൽ ചെയ്യും, കുറച്ചും കൂടെ നല്ലതായിരിക്കും അങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരുടെയും ഞാൻ ക്യാബേജ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ സാൻഡ്വിച്ചൊക്കെ ഫില്ല് ചെയ്യില്ല, അതേപോലെ തന്നെയാണ് ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3-4 തക്കാളി ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തത് നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെയായിട്ട് പിന്നെ സവാള നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും ക്യാബേജും ഒക്കെയാണ് ഈ ഒരു ക്രഞ്ചി ഫീല് കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി നീളത്തിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ മുമ്പ് ചിക്കൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓൾമോസ്റ്റ് ഞാൻ ആ ഒരു രീതിക്ക് തന്നെ ആ ഒരു ഐഡിയ വെച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല, പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും വിചാരിക്കും എന്താ ഇത് മുമ്പ് ഉണ്ടാക്കാത്തതെന്നുള്ളത്, കാരണം അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ ഫ്രൈ ചെയ്തത് അതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 മുട്ടയെ നമുക്ക് വേണ്ടി വരുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മയണൈസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഒരു കിഡു ഫില്ലിംഗ് ആണ് വരിക. പിന്നെ നമ്മൾ ഈ സമയത്ത് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചീസ് കയ്യിലുണ്ടെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലയിൽ നമ്മൾ അടുത്ത കുബൂസ് വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മേലയിൽ മയണൈസ് വെച്ച് കൊടുക്കുക. ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് വേറൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാവരുടെ കയ്യിലും ചീസ് ഉണ്ടാവണമെന്നില്ല. ഉള്ളവർ നന്നായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക, അല്ലാത്തവർ ഇതുപോലെ ചീസ് ഇല്ലാണ്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് കുറച്ചൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉള്ളിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് വിട്ടുപോയതാണ് ഉള്ളിലിടാനായിട്ട്, കാരണം കുറച്ച് കടിക്കുമ്പോൾ ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റും കൂടി വരുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മേലെയായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക്, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ കയ്യിലുള്ളവർ ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്യിലില്ലാത്തവർ കുഴപ്പമില്ല, ചീസ് വെക്കാണ്ട് ചെയ്താൽ മതി.
അപ്പോൾ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയം പറയുന്നില്ല, കാരണം നമ്മൾ ചേർത്തിട്ടുള്ള ചീസ് ഉണ്ടല്ലോ അതൊന്ന് മെൽറ്റ് ആവണം. ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അടി കരിയെന്ന് തോന്നുവാണെങ്കിൽ അടിയിലൊരു പാൻ വെച്ച് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പം നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ശരിക്കും വരും കേട്ടോ. അടിപൊളിയാണ്, ടേസ്റ്റ് ഒരു രക്ഷയില്ല. 100% നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ മുമ്പ് ഒരുപാട് പേര് എൻ്റെ ആ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതും ഇഷ്ടമാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു കിടുക്കാച്ചി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.